ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഫ്രോയിൻ്റെ കൊളീഗൻ und ich, I, colleagues, friend, colleagues and I. ഈ ചാപ്റ്ററിൽ ഈ ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കൊടുത്തേക്കുന്നത് ലേൺസിയിലെയാണ്. അതായത് ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത് എന്ന്. ഇതുണ്ടോ, ഗ്രാമാറ്റിക്. ഇതിനകത്ത് ഏതൊക്കെ ഗ്രാമർ പോർഷൻസാണ് പഠിക്കേണ്ടതെന്നുള്ളത്. പൊതുവേ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഓരോ ചാപ്റ്ററിലും ഈ പോർഷൻസിലുള്ള ഗ്രാമറാണ് കവർ ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, വെർബുകൾ പഠിക്കാം. ഫോട്ടോഗ്രാഫിയറൻ, ടു ഫോട്ടോഗ്രാഫ്, ഫോട്ടോ എടുക്കുക. ഫോട്ടോഗ്രാഫിയറൻ. സിംഗൻ, ടു സിംഗ്. schwimmen, to swim. Kochen, to cook. Reisen, to travel. Tanzen, to dance. Joggen, to jog, jogging പോവുക. Music hören, to listen to music. Chatten, to chat. Ins Kino gehen, to go to the theater. Gehen, to go. Kino, theater, to go to the theater. Was machen die Leute gern? Hören Sie und ordnen Sie so. ഓക്കെ, ഓഡിയോ പ്ലേ ചെയ്യാം. Kapitel 2 Freunde, Kollegen und ich. Aufgabe 1. 1. Hallo Emily, ich mache ein Interview über Hobbys. Sag mal, was machst du denn gerne? Also, ich schwimme gern und ich jogge auch oft, besonders im Sommer. Zwei. Hallo Boris. Hallo Maja. Sag mal Boris, chattest du gern? Ja, sehr gern. Aber ich reise auch gern. Und dann chatte ich mit den Leuten, die ich auf meinen Reisen getroffen habe. Drei. Hey Eva. Hallo Maja. Du Eva, was machst du eigentlich gern? Ja, also ich fotografiere sehr gern, zum Beispiel Freunde, Kollegen, Leute. Und am Wochenende tanze ich gern. Aufgabe 5a. Gehen wir ins Kino? Kapitel 2. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എമിലിക്ക് സ്വിമ്മൻ ചെയ്യാനും ജോഗൻ ചെയ്യാനും ആണ് താല്പര്യം. ജോഗെ. ബോറിസിന് ചാറ്റൻ, റൈസൻ. ഇവയ്ക്ക് ഫോട്ടോഗ്രാഫിയറൻ, ടാൻസൻ. ഓക്കെ, Was machen Sie gern? Was machen Sie nicht gern? Kreuzen Sie an. ഇതൊന്നുമില്ല, നമ്മുടെ പേഴ്സണൽ കാര്യം ചോദിച്ചേക്കുക. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തൊക്കെ ചെയ്യാനും ചെയ്യാതിരിക്കാനും ഇഷ്ടം. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇതെടുക്കുക. ഇൻസ് കീനോ ഗെയിം, തിയേറ്ററിൽ പോകാനും ഇഷ്ടമാണ്. ചാറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, വലിയ താല്പര്യമില്ല. സ്വിം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാൻ ഓക്കെ. ട്രാവൽ ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ്. പാട്ട് പാടാൻ ഒത്തിരി ഇഷ്ടം. ജോഗ് ചെയ്യാൻ
താല്പര്യമില്ല. ഫോട്ടോഗ്രാഫിയർ കുഴപ്പമില്ല. മ്യൂസിക് ഹിയർ ഒത്തിരി ഇഷ്ടം. ഓക്കെ. ആർബൈറ്റൻ സീസൂസ് വൈറ്റ്. ആർബൈറ്റൻ സീസൂസ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ പെയർ, അല്ലെങ്കിൽ 2 പേര് ഒരുമിച്ചിരുന്നിട്ട് വർക്ക് ചെയ്യുക, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ആർബൈറ്റൻ സി, ആർബൈറ്റൻ ടു വർക്ക്. മാഹൻ ടു ഡു, മാഹൻ ടു ഡു. ഗേൺ, ഗേൺ എന്ന് വെച്ചാൽ എന്താ പറയുക, ലൈക്ക് എന്നർത്ഥം. ലൈക്ക്. ഗേൺ, ലൈക്ക് ടു എന്നൊക്കെ പറയില്ലേ, അതാണ്. ആർബൈറ്റൻ സീസു സ്വൈറ്റ് ഫ്രാഗൻ und antworten. ഫ്രാഗൻ എന്താ, ചോദ്യം, ക്വസ്റ്റ്യൻ. antworten എന്താ, ആൻസർ. tanzen Sie gern, hören Sie gern Musik, gehen Sie gern ins Kino? Ja, sehr gern. Und Sie? Nein, nicht so gern. Und Sie? Es geht. അപ്പോൾ നമ്മളൊരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ ഒരു പെയറായിട്ടിരുന്നിട്ട് ഇപ്പോൾ ഞാൻ ചോദിക്കുക, hören Sie gern Musik? hören Sie gern Musik? പാട്ട് കേൾക്കാൻ ഇഷ്ടമാണോ? Ja, sehr gern. Und Sie? ആ, എനിക്ക് sehr എന്ന് വെച്ചാൽ വെരി. sehr, വെരി, വെരി മച്ച്, അല്ലെങ്കിൽ ഐ ലൈക്ക് ടു മച്ച്. Und Sie? And you? Nein, nicht so gern. Nein, nicht so gern. Gehen Sie gern ins Kino? തിയേറ്ററിൽ പോകാൻ ഇഷ്ടമാണോ? Nein, nicht so gern. Tanzen Sie gern? Es geht. Okay? All right. അടുത്ത എക്സസൈസ്. meine Hobbys, meine Freunde. Lesen Sie und ergänzen Sie die Verben. നമ്മുടെ ഹോബീസ്, ഫ്രണ്ട്സ്, ഈ ഒരു ഏരിയയിൽ വരുന്ന കുറച്ച് വാക്കുകൾ ജർമ്മൻ വൊക്കാബ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ നമുക്ക് പുതിയ പുതിയ വാക്കുകൾ പഠിക്കാൻ തന്നേക്കുന്നത്? സ്പീലൻ, ആദ്യത്തെ വാക്ക്. സ്പീലൻ. സ്പീലൻ എന്താ? ടു പ്ലേ. സ്പീലൻ, ടു പ്ലേ. ലീസ്റ്റ്. ലീസ്റ്റ് ലേസൻ എന്ന വാക്കിൻ്റെ കോൺജുഗേഷനാണ് അല്ലേ? നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് ഞാൻ അതൊന്ന് കൺഫേം ചെയ്തേക്കാം. കാരണം സംടൈംസ് ഐ റിയലി മേക്ക്. അതെ, എനിക്ക് ഉറപ്പാണ്. ലീസ്റ്റ് എന്ന് വെച്ചാൽ ലേസൻ, ടു റീഡ് എന്നുള്ളതിൻ്റെ കോൺജുഗേഷനാണ്. ടു റീഡ്, ഇഹ് മ്യോഷ്ടെ ലേസൻ, അത് എർ കോൺജുഗേഷനിലാണ് ലീസ്റ്റ് എന്ന് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ലേസൻ, ടു റീഡ്. റൈസൻ, റൈസൻ, ടു ട്രാവൽ. സിങ്റ്റ്, സിങ്റ്റ് വരുന്ന വാക്ക് സിങ്ങൻ, നമ്മളിപ്പുറത്ത് പഠിച്ചില്ലേ, സിങ്ങൻ, ടു sing. Koch, kochen, to cook. Okay? All right. ഈ ഓരോ വെർബിൻ്റെയും കോൺജുഗേഷൻസും കൂടെ പഠിച്ചാലോ? സ്പീലൻ, സ്പീലൻ. സ്പീലൻ്റെ കോൺജുഗേഷൻ എന്താണെന്ന് നോക്കട്ടെ. Konjugation, Konjugation. Spielen. Ich spiele. Du
സ്പീൽസ്റ്റ് അല്ലേ? നെറ്റ് ലോഡ് ആവുന്നില്ല ഗൈസ്. തന്നെ നോക്കാം. Spielen Konjugation. Spiele, spielst, spielt, spielen, spielt, spielen. ശരി. RCS spielt, wir spielen, ihr spielt, sie spielen. Okay? All right. ഇനി ലേസൺ. ലേസൺ എന്തോ ലേസൺ എൻഷുള്ളി ലേസൺ. ആ ലേസൻ്റെ കോൺജുഗേഷൻ നോക്കാം. Ich lese. Du liest. ഇതൊരു ഇറഗുലർ വെർബാണ്. വ്യത്യാസം വരുന്നതുണ്ടോ? LEക്ക് പകരം I ഇട്ടത് കണ്ടോ? RCS liest, wir lesen, ihr lest. ഓക്കെ. One second. Yeah. Okay. Lesen. Ich lese. Du liest. RCSum liest. Wir lesen. Ihr lest. CC lesen. ശരിയാണോ? Ich lese, du liest, RCS liest, wir lesen, ihr lest, lesen. ശരി. ഇതിൻ്റെ ഒരു ചെറിയ വീക്കേരിയാണ് ഈ കോൺജുഗേഷൻ എന്നുള്ളത്. ഇതൊക്കെ കുറച്ചുകൂടെ തറവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും A1 ബുക്ക് എടുത്തിട്ട് പഠിക്കുന്നത്. റൈസൻ. Ich reise. Du reist ആണോ? REIS തന്നെയല്ലേ? റൈസൻ. റൈസൻ കോൺജുഗേഷൻ. Ich reise. ശരിയാ. ഓക്കെ. ഇതൊരു റെഗുലർ വെർബാണ്. റൈസ്റ്റ്. RCS റൈസ്റ്റ്. റൈസ്റ്റ് തന്നെ. ഇവിടെ ST അല്ലായിരുന്നു ആഡ് ചെയ്യേണ്ടത്. ഓൾറെഡി ഒരു S ഉള്ളതുകൊണ്ട് അവർ ഒരു S ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുപോലെ വന്നത്. വിയർ അത് തന്നെ. ഏതാണ് വാക്ക്? അത് തന്നെ. റൈസൻ. ഇയർ റൈസ്റ്റ്. CC റൈസൻ. ഇവിടെ ശ്രദ്ധിച്ചോ? ഇതല്ല ഹൈലൈറ്റർ ഇല്ല. ഇത് ഹൈലൈറ്റർ ഉണ്ടോ? ഇത് കണ്ടോ? റൈസേ റൈസ്റ്റ് റൈസ്റ്റ് റൈസൻ റൈസ്റ്റ് റൈസൻ. ശരിക്കും S ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് ഇവിടെ രണ്ടിടത്തും. പക്ഷേ 2 S ഉള്ളതുകൊണ്ട് അത് എടുക്കുന്നില്ല എന്ന് മാത്രം. ഓക്കെ. റെഗുലർ വെർബാണ്. ഓക്കെ. ഇനി സിങ്ങൻ. സിങ്ങൻ
സിങ്ങനാണ്, അതിന് റെഗുലർ വെർബാണ്. ചെക്ക് ചെയ്യാൻ നമുക്ക് ലാസ്റ്റ് ഒന്ന്. Ich singe, du singst, sie singt, wir singen, ihr singt, sie singen. ഒരു കോൺഫിഡൻസ് കുറവുണ്ട്. സിങ്ങൻ, കോൺജുഗേഷൻ. ഓക്കെ, സിങ്ങെ, സിങ്സ്റ്റ്, സിങ്റ്റ്, സിങ്ങൻ, സിങ്റ്റ്, സിങ്ങൻ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, കോഹൻ. കോഹനും ഒരു റെഗുലർ വെർബാണ്. കോഹൻ അതും അങ്ങനെ തന്നെയാണ്. ഇഹ്, കോഹേ, തു, കോഹ്. ഇതാണല്ലോ അതിൻ്റെ സ്റ്റെമ്മ്. അതിൻ്റെ കൂടെ ST ആഡ് ചെയ്യുക. കോക്സ്റ്റ്, CS, കോഹ്റ്റ്, വിയർ. അത് ആ വെർബ് തന്നെ. കോഹൻ, ഇയർ, കോഹ്റ്റ്, CC, കോഹൻ. ഓക്കെ, ഇതാണ് എക്സസൈസ് എന്താണെന്ന് നോക്കാം. ലേസൻസി und ergänzen Sie die Verben. Ich koche gern. എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ടോം und ich, ഇതെന്താ, ഒരു യാത്ര പോവല്ലേ. യാത്ര പോകുന്നതിൻ്റെ വാക്കെന്താ? റൈസൻ. രണ്ട് പേരുണ്ടല്ലോ, അതുകൊണ്ട് സി ഫോം അവിടെ. ടോം und ich. ബെറ്റി und die Bücher. സി, ബെറ്റി ആളുടെ ബുക്സും, ബ്യൂഹർ ബുക്സ്. സി, ലീസ്റ്റ് ഗേൺ. ശരിക്കും ആ വാക്ക് ലേസൻ. സി ഫോം ആയതുകൊണ്ട് നമ്മൾ ഇഹ്, ദു, RCSനകത്ത് സി ഫോം വന്നതാണ്. LIEST, ലീസ്റ്റ്. അങ്ങനെ സി ലീസ്റ്റ് ഗേൺ എന്ന് തോന്നുന്നു. Das Hobby von Ben. The hobby of Ben. Das hobby, ഹോബി തന്നെ, നമ്മുടെ ഇംഗ്ലീഷിലെ ഹോബി തന്നെ. സിങ്റ്റ്, സൂപ്പർ അല്ലേ. സിങ്റ്റ്, അതെ. ഇത് ഹാനസ്, മാർക്കുസ് und der Fußball. സി, സ്പീലൻ, സൂപ്പർ. പ്ലൂറൽ ആയതുകൊണ്ട് സി ഫോം എടുത്തേക്കുക. ദേ, ദേ എന്നർത്ഥം. ദേ, സി. നമ്മൾ ഓൾറെഡി കവർ ചെയ്തു, എന്നാലും ഒന്നുകൂടെ പറയാം. ഫൂസ്ബോൾ, അതിൻ്റെ ആർട്ടിക്കിൾ ദറാണ്, കാരണം അതൊരു മാസ്കുലിനാണ്. ദർ ഫൂസ്ബോൾ. ഹോബി, ദസ് ഹോബിയാണ്. ദി സ്റ്റാർട്ട്, പൊതുവെ ദർദി ദസ് എന്ന് പറയാം. അപ്പോൾ ദർ ഫൂസ്ബോൾ, ദി സ്റ്റാർട്ട്. ഇനിയൊരു ന്യൂട്രൽ വാക്ക് ദസ് ഹോബി. ഒന്നിൽ കൂടുതൽ ബുക്ക്, ബ്യൂഹർ. അപ്പോൾ ദി പ്ലൂറൽ എന്ന് പറയണേ, ബ്യൂഹർ. ലേണൻ സി സുബ്സ്റ്റാൻറ്റീവ് ഇമ്മ സുസാമൻ മിഡ് ദം ആർട്ടിക്കിൾ. എപ്പോഴും നമ്മൾ വാക്കുകൾ അതിൻ്റെ ആർട്ടിക്കിളിൻ്റെ കൂടെ പഠിക്കാവുള്ളൂ. ഇപ്പം സിറ്റി ഒക്കെ സ്റ്റാർട്ട് എന്നാണ് പറയുന്നത്. സിറ്റി സ്റ്റാർട്ട് അങ്ങനെ പഠിക്കാതെ സിറ്റി, ദി സ്റ്റാർട്ട്, ദി സ്റ്റാർട്ട് അങ്ങനെ തന്നെ പഠിക്കണം ആ വാക്ക് പഠിക്കുമ്പോൾ. ഫുട്ബോളിനെ പറ്റി പഠിക്കുമ്പോൾ ഫുട്ബോളിന് എന്താ ജർമ്മൻ വാക്ക് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ അങ്ങനെ പഠിക്കാതെ ദർ ഫൂസ്ബോൾ, ദർ ഫൂസ്ബോൾ അങ്ങനെ തന്നെ ബൈ ഹാർട്ട് പഠിക്കുക. ദർ ഫൂസ്ബോൾ, ദസ് ഹോബി, ദി സ്റ്റാർട്ട്, ദി ബ്യൂഹർ.
Okay. Ergänzen Sie die Endungen und ordnen Sie die Kommentare den Fotos so. Okay. Ergänzen Sie die Endungen und ordnen Sie die Kommentare den Fotos so. Neue Fotos. Was meinst ihr? ഓക്കെ ഓരോ ഫോട്ടോയ്ക്ക് ചേരുന്ന ഓക്കെ ഈ ഫോട്ടോസും ഇതും തമ്മിൽ മാച്ച് ചെയ്യാനല്ലേ ഓക്കെ ഓക്കെ വായിക്കാം Ergänzen Sie die Endung und ordnen Sie die Kommentare den Fotos so. Neue Fotos, was meinst ihr? Anne Huber. Lustig. Sing du. കോൺജുഗേഷൻ എഴുതണമായിരിക്കും ഓക്കെ സിങ്സ് ഡു സോ ഗുഡ് നാലാമത്തെ പിക്ചറാണ് ശരിയാ ഇനി ich reise im August nach Paris. Ihr kommt. അത് രണ്ടാമത്തെ പിക്ചർ റൈസ് സ്പീലൻ സി ഫൂസ്ബോൾ ഓർ താൻസൻ സി അത് 5 ബെറ്റി മേർ കോഹൻ വിയർ am Wochenende Spaghetti അതൊന്ന് Ich lese ein Buch von John Grisham und du അത് 3 okay. Machen Sie eine Kursstatistik. Welche Hobbys sind in Ihrem Kurs sehr beliebt? Welche sind nicht beliebt? Okay. Okay. Fourth exercise. Machen Sie eine Kursstatistik. Welche Hobbys sind in Ihrem Kurs sehr beliebt? നമ്മുടെ ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുക ഏത് ഹോബീസാണ് ഫേവറേറ്റ് എന്ന് അതർ ദാൻ ദീസ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്കെ gehen wir ins Kino. Hören Sie und lesen Sie den Dialog. Wann gehen Katja und ihre Freundin Betty ins Kino? Okay. Gehen wir ins Kino? Ja, gern. Wann? Am Samstag? Nee, das geht leider nicht. Am Mittwoch? Ja, super. ഈ കോൺവെർസേഷൻ വെച്ചിട്ട് അവർ പോകുന്നത് മിറ്റ്വോക്കിലാണ്. ഇനി എന്തായാലും ഹ്യോറൻ കേട്ട് നോക്കാം. Aufgabe 5a. Gehen wir ins Kino? Ja, gern. Wann? Am Samstag? Nee, das geht leider nicht. Am Mittwoch? Ja, super. Gut gesagt. Nein. Nein, das geht leider nicht. Nee, das geht leider nicht. Nö, das geht leider nicht. Na, das geht leider nicht. Aufgabe 6a.
1. Gut gesagt. ഓക്കെ. ഇവർ ഓരോ ദിവസത്തിൻ്റെ പേരുകൾ. മണ്ടേക്ക് എന്താ പറയണേ? മോണ്ടാഗ്. ട്യൂസ്ഡേ ഡീൻസ്റ്റാഗ്. വെനസ്ഡേ മിറ്റ്വോch. ഡോണർസ്റ്റാഗ്. തേഴ്സ്ഡേ. ഫ്രൈഡേ. സാറ്റർഡേ. സൺഡേ. അടുത്ത എക്സസൈസ് 5b. Spielen Sie Dialog wie in Aufgabe 5a. Gehen Sie durch den Kursraum und machen Sie für jeden Tag eine Verabredung mit einer anderen Person. Schreiben Sie Ihre Termine in den Kalender. Okay. All right. Gut gesagt. 9. Die Deutschen sagen für Nein oft nie oder no. In Bayern, Österreich, na. ഓക്കെ. ഈ എക്സസൈസിൽ അവർ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എന്താണെന്ന് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് അവർ പറയുക ജസ്റ്റ് നിങ്ങളുടെ ക്ലാസ്സിലെ ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോയിട്ട് ഓരോരുത്തരുമായിട്ട് കോൺവെർസേഷൻ ചെയ്തിട്ട് ഓരോരുത്തരായിട്ടൊരു ടേമിൻ ഫിക്സ് ചെയ്യുക. അതായത് ഈ ഡേയ്സ് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. സോ വിൽ റിവൈസ് ദ ഡേയ്സ്. മോണ്ടാഗ്, ഡീൻസ്റ്റാഗ്, മിറ്റ്വോch, ഡോണർസ്റ്റാഗ്, ഫ്രൈറ്റാഗ്, സാംസ്റ്റാഗ്, സോൺടാഗ്. പിന്നെ ഇതിൽ പറയാം നോ എന്ന് ജർമ്മനിൽ പറയുന്നത് 9 എന്നാണ്. പക്ഷേ നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജ് നമ്മൾ സംസാരിക്കുന്ന ലാംഗ്വേജിൽ യൂഷ്വലി ജർമ്മൻസ് ഉപയോഗിക്കുന്ന വാക്ക് നീ അല്ലെങ്കിൽ ന്യൂ, നോ എന്നൊക്കെയാണ്. പിന്നെ ബയേൺ അല്ലെങ്കിൽ ഓസ്ട്രിയയിലൊക്കെ നാ എന്നും പറയും. നോട്ട് റെലവൻറ്റ്, 9 എന്ന് തന്നെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ 9 ആണ് ഏറ്റവും കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന വേർഡ് ഫോർ 9. ഇൻസ് തിയേറ്റർ, സിനിമയ്ക്ക് പോവാം. ഇൻസ് ഷ്വിംബാഡ്, സ്വിമ്മിംഗ് പൂൾ. ഇൻസ് റെസ്റ്റോറൻറ്റ്, ഇൻസ് മ്യൂസിയം. ഇൻസ് കഫേ. ഇൻസ് ഫൂസ്ബാൾ സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം. ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് സംസാരിച്ച് ഒരു അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാനാണ് ഈ എക്സസൈസിൽ പറയുന്നത്. ടു ഗെറ്റ് മോർ ഫെമിലിയർ വിത്ത് ദ എല്ലാ ദിവസത്തെയും ഡേയ്സിൻ്റെ പേര്. മോണ്ടാഗ്, ഡീൻസ്റ്റാഗ്, മിറ്റ്വോch, ഡോണർസ്റ്റാഗ്, ഫ്രൈറ്റാഗ്, സാംസ്റ്റാഗ്, സോൺടാഗ്. ഇനി യാ നൈൻ ഫ്രാഗെ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. നമ്മുടെ അടുത്തൊരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണോ? അതിന് നമ്മളെങ്ങനെ ഉത്തരം പറയും? അല്ല അല്ലെങ്കിൽ ആണ്, അല്ലേ? അതിനെയാണ് യെസ് അല്ലെങ്കിൽ നോയിൽ ഉത്തരം പറയാൻ പറ്റുന്ന ചോദ്യത്തെയാണ് യാ നൈൻ ക്വസ്റ്റ്യൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ യാ നൈൻ ഫ്രാഗെ എന്ന് പറയുന്നത്. യാ എന്ന് വെച്ചാൽ യെസ്, നൈൻ എന്ന് വെച്ചാൽ നോ. യാ നൈൻ ഫ്രാഗെ. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സിനിമ കാണാൻ ഇഷ്ടമാണ്? യാ, ഇഹ് ഗാണെ. യാ, എനിക്കിഷ്ടമാണ്. നിങ്ങൾക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണോ? നൈൻ, എനിക്കിഷ്ടമല്ല. നൈൻ, യാ അല്ലെങ്കിൽ നൈൻ. ഓക്കെ. അടുത്തത് സാറ്റ്സ് മെലഡി. ഫ്രാഗൻ und antworten. Hören Sie und sprechen Sie nach. ഒരാൾ ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരാൾ ആൻസർ പറയുക.
അതായത് സാറ്റ്സ് മെലഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം പറയുന്നതിൻ്റെ ഒരു റിതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടോൺ, അതാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദിസ്. നമ്മളൊരാളോട് എങ്ങനെയാണ് ചോദ്യം ചോദിക്കുക? നമുക്കിന്ന് പുറത്ത് പോയാലോ ഒരു അപ്പർ ടോണിലായിരിക്കുമല്ലോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഗെയിൻ വിയർ ഇൻ സ്കീനോ അങ്ങനെ ചോദിക്കണം. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഗേൺ ഇഷ്ടമാണ്, നൈൻ ദ സ്കേറ്റ് നിഷ്ട് ഇല്ല എനിക്ക് താല്പര്യമില്ല. സോ അത് നമ്മൾ യൂഷ്വലി സംസാരിക്കുന്ന പോലെ വിത്ത് ടോൺ നമ്മൾ വേണം ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ. ഗെയിൻ വിയർ ഇൻ സ്കീനോ ഗേൺ. ഗെയിൻ വിയർ ഇൻ തിയേറ്റർ നൈൻ ദ സ്കേറ്റ് നിഷ്ട്. Wann gehen wir am Montag? Was machen wir am Montag? Wir gehen ins Kino. അങ്ങനെ. That's Sal's melody. Question und answer. ഇനി അത് അതിൻ്റെ ഓഡിയോ ഉണ്ട്. പിന്നെ അടുത്തത് ഫ്രാഗെ ഓദർ ഔസാഗെ. വാസ് ഹ്യോറൻ സി അchten Sie auf die Melody. Ergänzen Sie oder. All right, we can hear the audio. Okay. 6a. Satzmelodie. Melody. Fragen und Antworten. Hören Sie und sprechen Sie nach. Satzmelodie. Satz എന്ന് വെച്ചാൽ സെൻറ്റൻസ്. മെലഡി എന്ന് വെച്ചാൽ ടോൺ. ഈ സെൻറ്റൻസ് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ റീഡ് ചെയ്യണം, അതിൻ്റെ ആൻസർ എങ്ങനെ ചെയ്യണമെന്നുള്ള സെൻറ്റൻസിൻ്റെ ടോൺ അല്ലെങ്കിൽ മെലഡി മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. ഇതിന് നമ്മൾ ഹ്യോറിനെ ജസ്റ്റ് ലിസൺ ചെയ്യുക, വേറെ ഒന്നുമില്ല. Aufgabe 6a. 1. Gehen wir ins Kino? Ja, gerne. 2. Gehen wir ins Theater? Nein, das geht nicht. 3. Wann gehen wir? Am Montag. 4. Was machen wir am Montag? Wir gehen ins Kino. All right. Frage oder Aussage. Was hören Sie? Achten Sie auf die Melodie? Ergänzen Sie oder. ഈ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹ്യോറൻ കേൾക്കും, എന്നിട്ട് അതിനകത്ത് അതൊരു ഫ്രാഗയാണോ, അതൊരു ക്വസ്റ്റ്യൻ ആണോ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു നോർമൽ സെൻറ്റൻസ് ആണോ എന്ന് ആ വോയിസ് മോഡുലേഷൻ വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, ഹ്യോറൻ. Aufgabe 6b. 1. Wann gehen wir ins Theater? Am Samstag? 2. Wann gehen wir ins Museum? Am Sonntag. 3. Komm schnell, wir gehen jetzt ins Kino. Ins Kino? 4. Wann gehen wir ins Restaurant? Am Freitag. ഇത് ഔസാഗെ, ഇത് ഫ്രാഗെ. ഫ്രാഗയായിരുന്നു, ഇത് ഔസാഗയായിരുന്നു. ഔസാഗയ്ക്ക് 2 S ഉണ്ട്. ഔസാഗെ. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് 7. മൈൻ ബറൂഫ്. മൈൻ ബറൂഫ്, മൈൻ എന്ന് വെച്ചാൽ മൈ. ബറൂഫ് പ്രൊഫഷൻ അല്ലെങ്കിൽ ജോബ്. Lesen Sie die Texte
ordnen Sie die Bilder zu. ഓക്കെ, ഓരോ ടെക്സ്റ്റ് വായിച്ചിട്ട് ഓരോരുത്തരെയും കണക്ട് ചെയ്യുക, അത് ആര് പറഞ്ഞു എന്നുള്ളത് അല്ലേ. ഓക്കെ, ആദ്യത്തേത്. Ich bin Ärztin und arbeite in einer Klinik. Hier arbeiten 920 Ärzte und wir haben Platz für 1250 Patienten. Ich arbeite 40 Stunden pro Woche, oft auch nachts und am Wochenende. ഓക്കെ, ഇനി ഇവർ പറഞ്ഞത് നമുക്ക് എന്താണെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. Ich bin Ärztin. Ich bin Ärztin. I am Ärztin എന്ന് പറഞ്ഞ ഡോക്ടറാണ്. ആർസ്റ്റ് എന്ന് വെച്ചാൽ ഒരു മെയിൽ ഡോക്ടറിനെ പറയണേ. എയർസ്റ്റിൻ എന്ന് വെച്ചാൽ ഫീമെയിൽ ഡോക്ടറിന് പറയണേ. ഐ ആം ഡോക്ടർ. ഇഹ് ബിൻ എയർസ്റ്റിൻ. ഉണ്ട് എന്ന് വെച്ചാൽ ആൻഡ്. ആർബൈറ്റെ ഇൻ ഐനർ ക്ലിനിക്. ആർബൈറ്റെ വർക്ക്. ടു വർക്ക് എന്നുള്ള വാക്കേതാ? ആർ ബൈറ്റൻ. അത് ഇഹ് വെച്ച് കോൺജുഗേറ്റ് ചെയ്തപ്പോഴാണ് ആർബൈറ്റെ എന്ന് വന്നത്. ഇൻ ഐനർ ക്ലിനിക്. ഈ ഐനർ എങ്ങനെ വന്നു എന്നുള്ളത് ഒരു ഗ്രാമർ പോർഷനാണ്, അത് പിന്നീട് പഠിക്കുകയുള്ളൂ. ക്ലിനിക് നോർമൽ ക്ലിനിക്ക് തന്നെ. ഹിയർ arbeiten 920 Ärzte und hier ഇവിടെ തന്നെ ഇവിടെ arbeiten 920 Ärzte. ഇവിടെ 920 ഡോക്ടേഴ്സ് ഉണ്ട്. Und wir haben Platz. Wir haben to have. Haben to have. Platz für. ഇതെങ്ങനെയാണ് വായിക്കണ്ടേ? 1250. 1250. 50 1250 Patienten. Okay. Ich arbeite 40 Stunden pro Woche. Ich arbeite. I work. 40 Stunden. Hours മണിക്കൂറുകൾ. പ്രോ വോഹെ പെർ വീക്ക്. അതാണ് പ്രോ വോഹെ. ഓഫ്റ്റ് ഔഹ് നാക്സ് und am Wochenende. ഓഫ്റ്റ് എന്താണ്? ഇംഗ്ലീഷിൽ ഓഫൺ. ഔഹ് ഓൾസോ. നാക്സ്റ്റ് നൈറ്റ്. അം വോഹനൻ്റെ പറയുമ്പോൾ എപ്പോഴും അം വോഹനൻ്റെ എന്ന് പറയുക. അത് നമ്മൾ ഗ്രാമർ പോർഷൻ പഠിക്കും പിന്നീട്. ഇപ്പം അതങ്ങനെ തന്നെ ഓർത്ത് വെക്കാം. വോഹനൻ്റെ വീക്കെൻഡ്. ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് എന്താണെന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ, ഇഹ് ബിൻ എയർസ്റ്റിൻ, ഞാൻ ഡോക്ടറാണ്. ആൻഡ് ആർബൈറ്റെ ഇൻ ഐനർ ക്ലിനിക്, ഞാൻ ജോലി ചെയ്യുന്നത് ഒരു ക്ലിനിക്കിലാണ്. ഹിയർ ആർബൈറ്റൻ 920 Ärzte, ഇവിടെ
920 ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. Und wir haben Platz für and we have place for 1250 patients. Patienten. ഇനി ഇവിടെ ഞാൻ 40 മണിക്കൂർ ഒരാഴ്ചയിൽ ജോലി ചെയ്യും. ചിലപ്പോൾ അത് നൈറ്റ് ഷിഫ്റ്റും ഉണ്ടാവും, വീക്കെൻഡും ഉണ്ടാവും. അപ്പോൾ ഒരു ഡോക്ടറാണ് സംസാരിക്കുന്നത്. ഈ പിക്ചറിൽ ആരാണ് ഡോക്ടർ? ഇതല്ലേ ഡോക്ടർ കൊച്ചിനെ? അപ്പോൾ ഇതാണ് ആൻസർ. സോ ആദ്യത്തെ ആൻസർ മാഗ്ഡ ഡോണാട്ട്. ഇത് നമുക്ക് എന്തൊക്കെ മനസ്സിലായി? എയർസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ഫീമെയിലാണെന്ന് മനസ്സിലായി. ആണായിരുന്നെങ്കിൽ ആർസ്റ്റ് എന്ന് എഴുതിയാണ്. പിന്നെ ഡോക്ടറാന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഡോക്ടറും ആണ്. 2 ഫീമെയിൽസ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. ഈ 2 എണ്ണത്തിൽ ഇതാണ് ഡോക്ടറായിട്ട് നമുക്ക് തോന്നണേ. അപ്പോൾ അതാണ് ആൻസർ. അടുത്തത് ഇഹ് ബിൻ ടെക്നിക്കർ ബൈ, ഇത് ഫോക്സ് വാഗൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വി ആർ പ്രൊഡ്യൂസിയർ ഇൻ ഔട്ടോസ്. ഇൻ Wolfsburg arbeiten 50.000 Menschen. Ich arbeite am Wochenende, aber ich habe 2 Tage frei, Montag und Dienstag. Okay. ഇത് ബ്രേക്ക് ചെയ്യാം. Ich bin Techniker. ടെക്നിക്കർ എന്ന് വെച്ചാൽ എന്താണ്, കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ IT ജോലി ചെയ്യുന്ന ആൾ, അങ്ങനെയൊക്കെ അതിൻ്റെ മീനിങ്. ലെറ്റ് മീ ചെക്ക്. അതെ, ടെക്നോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എൻജിനീയർ. ഓക്കെ, എൻജിനീയർ ഐ ഡോണ്ട് തിങ്ക് സോ. എന്ത് എൻജിനീയറിംഗ് ആണ്? എക്യുപ്മെൻറ്റ്, ടെക്നിക്കൽ, അതന്നെ ടെക്നിക്കൽ റിലേറ്റഡ്, ടെക്നോളജി ഓർ ടെക്നിക്കൽ റിലേറ്റഡ് വർക്ക്സ് ചെയ്യുന്ന ടെക്ക്. അതുകൊണ്ട് നമ്മൾ ടെക്ക് എന്ന് പറയില്ല, ടെക്കി. സോ ടെക്നിക്കർ ഇസ് എ IT ജോബ് അല്ലെങ്കിൽ IT വർക്ക്. എവിടെയാണ് എവിടെയാണ് ഇവർ ജോലി ചെയ്യുന്നത്? ഫോക്സ് വാഗനിൽ. ഫോക്സ് വാഗൻ ഫോക്സ് വാഗൻ ആണ്. ദാറ്റ്സ് റൈറ്റ്. ഇതാണ് ഫോക്സ് വാഗൻ. അതിൻ്റെ പ്രൊണൗൺസിയേഷൻ ശ്രദ്ധിച്ചോ? ജർമ്മനിൽ വി എന്ന് പറയുന്നത് ഫൗ ആണ്. ഇങ്ങനെയല്ലേ ഫൗ കർത്താവേ. ഓക്കെ, വി എന്ന് പറയുന്നത് ഫൗ ആണ്. അപ്പോൾ ഫോക്സ് വാഗനാണിത്. വോയല്ല, ഫോക്സ് വാഗൻ. വി ആർ പ്രൊഡ്യൂസിയർ ഇൻ ഔട്ടോസ്. Auto. What is auto? Car. പ്രൊഡ്യൂസിയർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. വി. അപ്പോൾ പറയാം, ഞാനൊരു IT ജോലിക്കാരനാണ് ഫോക്സ് വാഗനിൽ. ഞങ്ങൾ കാർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഒരു കാർ പ്രൊഡക്ഷൻ്റെ കമ്പനിയാണ്. ഇൻ ഫോക്സ്ബുർഗിൽ ആർബൈറ്റൻ 50,000 മെൻഷൻ എന്ന് വെച്ചാൽ ആൾക്കാർ എന്ന് നമ്മൾ ജനറലായിട്ട് പറയാം. മെൻഷൻ എന്നൊക്കെ പറയും, മനുഷ്യൻ അങ്ങനെ പറയാൻ വേണ്ടി മെൻഷൻ. ഈ ആർബൈറ്റ് am Wochenende, ഞാൻ വീക്കെൻഡിൽ ജോലി ചെയ്യുന്നുണ്ട്. aber ich habe 2 Tage, 2 Tage day, 2 days ഫ്രൈ എന്ന് വെച്ചാൽ ഫ്രീ. ഏതൊക്കെ ദിവസമാണ്? മോൺടാഗും ഡീൻസ്റ്റാഗും. ഏതൊക്കെയാണ് ദിവസങ്ങൾ? മോൺടാഗ്, ഡീൻസ്റ്റാഗ്, മിറ്റ്വോഹ്, ഡോൺസ്റ്റാഗ്, ഫ്രൈറ്റാഗ്, സാംസ്റ്റാഗ്, സോൺടാഗ്. അതിനകത്ത് മൺഡേയും ട്യൂസ്ഡേയും ആണ് ഫ്രീ ആയിട്ടുള്ളത്. ഇതിനകത്ത് ആരാണ് IT ജോലിക്കാരൻ? ഇതല്ലേ, ഹരുൺ
Arslan. Okay. Next. Ich bin Taxifahrer. Taxifahrer. Taxi driver. By Taxi Central. Taxi Central, I think. Taxi stand. Taxi Central. Cab Central. അത് തന്നെ. Taxi stand. Taxi cab central. Central. What they mean by central? Center. Taxi center. അത് തന്നെ. ഓക്കെ. ഫോക്കൽ പോയിൻ്റ് അത് തന്നെ. ടാക്സി സ്റ്റാൻഡിൽ ടാക്സി ഡ്രൈവറാണ്. ഈ ഫാറെ പ്രോയാ 40 കിലോമീറ്റർ. ഓക്കെ. ഒരു വർഷത്തിൽ 40,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുണ്ട്. und lese. ഓക്കെ. ലേസെ. വാട്ട് ഈസ് ലേസൻ? ടു റീഡ്. വായിക്കും. 45 ബുക്ക്. ബുഹ് ഒരു ബുക്ക്. ബുക്ക് എന്ന് പറയുന്നത്. ബുക്സ് എന്ന് എന്താ പറയുന്നത്? ബ്യൂഹർ. ബുക്സ്. Ich warte viel und lese. ടാക്സി ഡ്രൈവർ ആയതുകൊണ്ട് ഒത്തിരി വെയിറ്റിംഗ് ടൈമുണ്ട്. വാർട്ടൻ. To wait. Ich arbeite 6 Tage pro Woche. ഒരു ദിവസത്തിൽ 6 ദിവസവും ഒരാഴ്ചയിൽ 6 ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്. Am Montag habe ich frei. മൺഡേ മാത്രമാണ് ആൾ ഫ്രീ എടുക്കുന്നത്. ഓക്കെ. സോ ഇതൊരു സിമ്പിൾ ഇതായിരുന്നു. ഇതിലാരാ ടാക്സി ഡ്രൈവർ? ഫാബിയൻ അല്ലേ? ഫാബിയൻ ഹ്യോഫ്ലിങ്ങർ. ഓക്കെ. Ich bin Studentin. സ്റ്റുഡൻറ്റിൻ എന്ന് കൊടുത്തേക്കുന്നുണ്ടോ? സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തിരുന്നെങ്കിൽ അത് മാസ്കുലിൻ ആയില്ല. സ്റ്റുഡൻറ്റിൻ എന്ന് കൊടുത്തേക്കുന്നത് കൊണ്ട് അതൊരു പെൺകുട്ടിയാണ്, ഫെമിനിനാണ്. Ich bin von Montag bis Donnerstag an der University. ഞാൻ മൺഡേ തൊട്ട് ഡോണസ്റ്റാഗ് തേഴ്സ്ഡേ വരെ യൂണിവേഴ്സിറ്റിയിലാണ്. Ich lernen. To study. Am Freitag und am Sonntag. Am Sonntag habe ich frei. ഒരു മിനിറ്റ്. Ich lerne am Freitag und am Sonntag. ഓക്കെ. മൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞാൻ പഠിക്കും. am Samstag habe ich frei. വെള്ളിയാഴ്ചയും സൺഡേയും പഠിക്കും. ശനിയാഴ്ച ഞാൻ ഫ്രീ ആണ്. Ich studiere. എന്താണ് ആ കുട്ടി പഠിക്കുന്നത്? ആർക്കിടെക്ചർ ഇൻ Köln. നോട്ട് ഷുവർ ശരിയാണോ എനിക്കറിയാവുന്നത്. കൊളോൺ. ഓക്കെ. കൊളോൺ ഇസ് എ പ്ലേസ് ഇൻ ജർമ്മനി. അവിടെയാണ് ആർക്കിടെക്ചറിന് പഠിക്കുന്നത്. Hier gibt es 670 Architekturstudents zu viele
Zu viele. Too many. ഓക്കെ ഓക്കെ. അപ്പോൾ സ്റ്റുഡൻ്റാണ്, ആർക്കിടെക്ചറിന് പഠിക്കുന്നു. മൺഡേ തൊട്ട് തേഴ്സ്ഡേ വരെ ക്ലാസ് ഉണ്ട്. ഫ്രൈഡേ പഠിക്കും, സാറ്റർഡേ ഫ്രീ ആണ്, സൺഡേയും പഠിക്കും. മൊത്തം 670 കുട്ടികളുണ്ട് അവിടെ. സിൽക്കെ ജോണസ്. Unterstreichen Sie alle Zahlen im Text. Welche Zahl passt zu welchem Wort? Hören Sie und sprechen Sie nach. Okay. Okay. Exercise 7b. Unterstreichen Sie alle Zahlen im Text. Welche Zahl passt zu welchem Wort? Hören Sie und sprechen Sie nach. Unterstreichen Sie. Unterstreichen, underline. Alle Zahlen im Text. Underline of the numbers in the text. Which number pass to welcome word? Which number match which? Okay, match the following ആണ്. മനസ്സിലായില്ല. എന്തായാലും ഇവിടെ ഇപ്പം എന്താ അവർ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ 920 എന്നുള്ളത് നമ്പറായിട്ട് എഴുതിയേക്കുക. അങ്ങനെയാണെങ്കിൽ 50,000 എന്നുള്ളത് 50,000 എന്നാണ്. 50,000 ഇതാണ് 50,000. 1000 ഇത് ഹ്യോറിൻ്റെ പോർഷനാണ്. നമുക്ക് ഹ്യോറിന് ഇതിന് ശേഷം കേട്ട് നോക്കാം. 1250. 1550. 600 70. 600 70. 5 und 40. 5 und 40. 40,000. 40,000. ഇതാണ് എനിക്ക് മനസ്സിലായത്. ഇനി ഇവർ ഹ്യോറൻ എന്താണ് എന്ന് കേട്ട് നോക്കാം. Aufgabe 7b. 920. 50.000. 1250. 670. 45. 40.000. ഓക്കെ. ഇതിൽ കൊടുത്തേക്കുന്ന പോലെ ഓരോന്നും എന്താണെന്ന് മാർക്ക് ചെയ്യാനായിരിക്കും. ഇപ്പം 9 9 100 20 20 5 50 50 50 1000 1000 2 5 5 1200 1200 ആണ്. 600 600 6 70 70 5 5 40 40 40 40 1000 1000. Okay, I hope this is what they want. I'm not sure. Okay. Okay. അടുത്തത് Arbeiten Sie zu zweit. Work in 2. Partner A sammelt Informationen aus Text 1 und 2.
Partner B sammeln Informationen aus Text 3 und 4. ഓക്കെ അപ്പം നമ്മൾ ഈ മേടി കൊടുത്തേക്കുന്ന ഇതിനകത്തുനിന്ന് ഇതെടുത്ത് എഴുതാൻ. ഓക്കെ, ഹാറുൺ അർസ്ലൻ ഇത് ഈ പുള്ളിയുടെ ജോലി എന്തായിരുന്നു? ടെക്നിക്കറാണ്. അവരുടെ ആർബൈറ്റ്സ് പ്ലാറ്റ്സ് എവിടെയാണെന്ന് ഫോക്സ്ബുർഗ് അല്ലേ? അത് സ്ഥലത്തിൻ്റെ പേരാണ്. സോറി, ഫോക്സ് അല്ല, വോൾഫ്സ്ബുർഗ്. സംടൈംസ് ഞാൻ കുറച്ച് വളരെ സ്റ്റുപ്പിഡായിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കറക്ഷനോ കാണുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. വോൾഫ്സ്ബുർഗ്. ഓക്കെ, ആർബൈറ്റ് സൈറ്റ് വോഹനൻ്റെ ആബറിഹാബെ സ്വൈറ്റാകെ ഫ്രൈ. ഓക്കെ, വീക്കെൻഡ്സ് 2 ദിവസം മൊൺടാഗും ഡീൻസ്ടാഗും മാത്രമേ ഫ്രീ ഉള്ളൂ. അപ്പോൾ മിറ്റ്വോഹ് തൊട്ട് സൊൺടാഗ് വരെ പ്രൈസ് ആയിട്ട് വരുന്നത് മൊൺടാഗും ഡീൻസ്ടാഗും. ഇനി സിൽക്കെ യോനാസ് അങ്ങനെയാണ് അതിൻ്റെ ആവശ്യപ്രായം ഞാൻ വിശ്വസിക്കുന്നു. സിൽക്കെ യോനാസ്, ചെക്ക്. ഇറ്റ്സ് എ നെയിം, ബട്ട് അതാണെങ്കിലും നമ്മൾ പ്രൊണൗൺസ് ചെയ്യാൻ പഠിക്കണം. ഐ തിങ്ക് ഇറ്റ്സ് എ ജർമ്മൻ നെയിം. Silke Jonas. What is she? She's a student in Arbeitsplatz. Architecture and I don't know. Architecture? Okay, place. Kjol. Arbeitszeit. Monday to Donnerstag അല്ലേ? മൊൺടാഗ് തൊട്ട് ഡോണർസ്റ്റാഗ് വരെ, സാംസ്റ്റാഗ് ഫ്രീ. കറക്റ്റ്. ഇനി മക്ത ഡൊനാട്ട് എയർസ്റ്റിനാണ്. സ്ഥലം ക്ലിനിക്ക് എന്ന് മാത്രം മതിയായിരിക്കും. ഒരു ക്ലിനിക്കിൽ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 6 സ്റ്റുണ്ടൻ പ്രോ വോഹെ പെർ വീക്ക്. എപ്പോഴാണ് ഫ്രീ? അത് കൊടുത്തിട്ടേ ഇല്ല. രാത്രിയും വീക്കെൻഡൊക്കെ ജോലി ചെയ്യാറുണ്ടെന്നാണ് പറഞ്ഞത്. ഒബ്വിയസ്ലി ഷീസ് എ ഡോക്ടർ. ഫാബിയൻ ഒരു ടാക്സി ഫാററാണ്. ഐ തിങ്ക് ഫീമെയിൽ ആയിരുന്നെങ്കിൽ ടാക്സി ഫാററിൻ എന്ന് വന്നേനെ. നോക്കട്ടെ. ടാക്സി ഫാററിൻ എന്ന് വന്നേനെ. ടാക്സി സെൻട്രലിലാണ്, ടാക്സി സ്റ്റാൻഡിലാണ്. ആർബൈറ്റ്സ് പ്ലാറ്റ്സ് സൈറ്റ് 6 ടാഗെ പ്രോ വോഹെ. മൊൺടാഗ് ഒരു ദിവസം മാത്രം. 6 ടാഗെ പ്രോ വോഹെ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡീൻസ്റ്റാഗ് തൊട്ട് സൊൺടാഗ് വരെ എന്ന് എഴുതാം. ഇവിടെ എന്ത് പറ്റിയ മക്ത വയസ്സായിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. വെൽഹെ ഇൻഫോർമാസിയോനൻ ഫേലൻ. Fragen Sie Ihren Partner und schreiben Sie in die Tabelle. Was? Okay.
നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ ഇരുന്നിട്ട് അവരോട് സംസാരിക്കുക, എങ്ങനെ അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, എന്നിട്ട് ഈ ടേബിൾ പോലെ ഈ ടേബിൾ അവരുടെ ഇൻഫർമേഷൻ വെച്ച് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അത് ചെയ്തില്ലെങ്കിലും വിൽ ഗെറ്റ് ഫാമിലിയർ വിത്ത് ദ ക്വസ്റ്റ്യൻസ്. Was ist Herr Arslan von Beruf? Okay. ഓക്കെ, ആൻഡ് ഇത് ഒരു എക്സസൈസ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. നമ്മൾ ഒരാൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ടെക്സ്റ്റിൻ്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, മറ്റേ ആൾ മൂന്നാമത്തെയും നാലാമത്തെയും കളക്ട് ചെയ്യുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ. എന്താണ് വാസിസ്റ്റ് ഹെർ അർസ്ലാൻ്റെ ബറൂഫ് എന്താണെന്ന് ചോദിക്കുക ഒരാൾ. അപ്പോൾ അതിൻ്റെ ആൻസർ പറയും. അപ്പോൾ ഇത് ഫില്ല് ചെയ്യുക. അടുത്തത് ചോദിക്കുക ടെക്നിക്കർ ഹെർ അർസ്ലാൻ്റെ ബറൂഫ് ടെക്നിക്കർ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ടെക്നിക്കർ എന്ന് ഇവിടെ എഴുതണം. അടുത്തത് ചോദിച്ചത് വോ ആർബൈറ്റഡ് ഇറ്റ്, എവിടെയാണ് ആൾ വർക്ക് ചെയ്യുന്നത്. വൺ ഹാറ്റ് എയർ ഫ്രൈ, എപ്പോഴാണ് ഫ്രൈ ഉള്ളത്. വൺ ആർബൈറ്റഡ് എയർ. അങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കാം എന്നുള്ള സെൻറ്റൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് സ്പ്രെഹൻ ഇതിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനാണ് അവർ പറയണത്. സ്പ്രെഹൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുക. വാസ്, വാട്ട് ഈസ്, വാസിസ്റ്റ്, വാട്ട് ഈസ്, പേര് ഹെർ അർസ്ലാൻ ഫോൺ ബറൂഫ്. പ്രൊഫഷണലി, പ്രൊഫഷൻ, ബൈ പ്രൊഫഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇയാൾ ബൈ പ്രൊഫഷൻ. ഫോൺ ബറൂഫ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഡോക്ടറാണെങ്കിൽ ഇഹ് ബിൻ എർസ്റ്റിൻ ഫോൺ ബറൂഫ്, ഇഹ് ബിൻ ഇംഗ്നിയർ ഫോൺ ബറൂഫ്. അങ്ങനെ ഇഹ് ബിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണോ അത് ഫോൺ ബറൂഫ്, അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് പറയണം. ist Techniker von Beruf. ist Techniker von Beruf എന്ന് പറയുന്നത്. സിൽക്കയുടെ കാര്യമാണെങ്കിൽ സി ist Studentin von Beruf എന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയാവുള്ളൂ. മഗ്ദയാണെങ്കിൽ സി ist Ärztin von Beruf. ist Taxifahrer von Beruf. ഇനി വോ arbeitet, എവിടെയാണ് ജോലി ചെയ്യുന്നത്. വോ, വെയർ, എവിടെ. എവിടെയാണ് ആർബൈറ്റ് ചെയ്യുന്നത്. പെണ്ണാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞേനെ. വോ ആർബൈറ്റഡ് സി. എൻഡിങ് അങ്ങനെ ആർബൈറ്റഡ് എന്ന് വന്നത് എന്തുകൊണ്ടാണ്. ആർബൈറ്റൻ എന്നുള്ള വെർബിനെ ഓരോന്നും വെച്ച് കോൺജുഗേറ്റ് ചെയ്യുക. ഇഹ് ആയിരുന്നെങ്കിൽ ആർബൈറ്റേ എന്ന് വന്നേനെ. ദു ആണെങ്കിൽ ആർബൈറ്റസ്റ്റ്, പിന്നെ എർസിയസ് ആണെങ്കിൽ ആർബൈറ്റഡ്, വിയർ ആർബൈറ്റൻ, ഇയർ ആർബൈറ്റഡ്, സി ആർബൈറ്റൻ. അതാണ് കോൺജുഗേഷൻ വെർബിൻ്റെ. വോ ആർബൈറ്റഡ് സി അല്ലെങ്കിൽ വോ ആർബൈറ്റഡ് എർ. അപ്പോൾ നമ്മൾ പറയാം ആർബൈറ്റഡ് ഇൻ വോൾഫ്സ്ബുർഗ് അല്ലെങ്കിൽ ഇൻ ക്യോൾ, ഇൻ ക്ലിനിക്. ഓക്കെ, ഇനി വൺ ഹാറ്റ് എയർ ഫ്രൈ. വൺ, വെൻ, വൺ അല്ല വാൻ. വൺ ഹാറ്റ് എയർ ഫ്രൈ. ഹാറ്റ് ഫ്രൈ am Montag
und am Dienstag. അതിനനുസരിച്ച് ഹാറ്റ് എഴുതി, ഹാറ്റ് ഫ്രൈ. മൊണ്ടാഗ് അങ്ങനെ ഡേന് മുമ്പ് അമ്മെന്ന് ചേർക്കണം. അപ്പോൾ am Montag, am Dienstag. വോഹനൻ്റെ വീക്കെൻഡ് ആണെങ്കിൽ am Wochenende. ഓക്കെ. വാൻ arbeitet er, അത് തന്നെ, എപ്പോഴാണ് ജോലി ചെയ്യുന്നത്. arbeitet von Montag, from bis Sonntag, till Monday to Sunday, von bis Sonntag. ഓക്കെ. Entschuldigung, Sonntag 2 എണ്ണുണ്ട്. Sonntag. Es tut mir leid. Okay. Next. 8a. Pluralformen. Lesen Sie die Texte in Aufgabe 7a noch einmal. Notieren Sie den Plural von diesen Wörtern. Okay. First word ഏതാ? Der Tag. ഇത് der Tag ഒരു മാസ്കുലിൻ വേർഡാണ്. ഇതിൻ്റെ പ്ലൂറൽ ഫോം എന്താണെന്ന് വെച്ചാൽ ദീ ആയിരിക്കുമല്ലോ, എന്തായാലും എല്ലാം ദീയാണ്. പ്ലൂറലാണെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ ദീ എഴുതുകയുള്ളൂ. ടാഗ്, ടാഗേ എന്നായി. ഈ മാസ്കുലിൻ നൗണുകൾ പൊതുവെ ഇങ്ങനെയാണ്, കോമൺ ആണ് ഈ ആഡ് ചെയ്യുക എന്നുള്ളത്. എല്ലാത്തിനും അല്ല, ഒരു കൂടുതലും. ദസ് ബുഹ്, ഇതിന് ദി ആദ്യത്തെ ബബൽ യു, അതിനൊരു ഉംലൗട്ട് വരും. ബ്യൂഹർ, എന്നിട്ട് ഇ ആർ വരും. ഇവിടെ നമ്മൾ ഇ ആഡ് ചെയ്ത് അല്ലേ, ഇ ആർ, ബ്യൂഹർ. ഇനി കിലോമീറ്റർ, ഇങ്ങനത്തെ മെഷറിങ് യൂണിറ്റ്സ് ഉണ്ടല്ലോ, യൂഷ്വലി സ്റ്റേ സെയിം, അത് തന്നെയായിരിക്കും പൊതുവെ. ആർട്ടിക്കിൾ അപ്പോഴും ദി ആയിരിക്കും. ദി അതെപ്പോഴും ദി തന്നെയാണ്. ദി കിലോമീറ്റർ, ദർ കിലോമീറ്റർ, ദി കിലോമീറ്റർ, കിലോമീറ്റർ തന്നെ. സ്റ്റുണ്ടെ, ഇതൊരു ഫെമിനിൻ നൗണല്ലേ. അങ്ങനത്തെ വാക്കുകൾക്ക് പൊതുവെ എൻ അല്ലെങ്കിൽ ഇ എൻ ആണ് ആഡ് ചെയ്യാറ്. ദി ആണെങ്കിൽ ദി തന്നെ. ദി സ്റ്റുണ്ടൻ. ദർ മെൻഷ്, ദി മെൻഷൻ. എന്താണ് മെൻഷനായതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, അതങ്ങനെ തന്നെ പഠിക്കുക. അതിനിപ്പോൾ അത്ര എളുപ്പം പറഞ്ഞു തരാനൊന്നുമില്ല. ദർ പациയൻറ്റ്, ദി പациയൻറ്റൻ. ഇതിലൊരു കാര്യമുള്ളത്, ഈ ലാറ്റിൻ വേർഡ്സ് ഉണ്ടല്ലോ, ഫോറിൻ അല്ലെങ്കിൽ ലാറ്റിൻ വേർഡ്സ്, ഇംഗ്ലീഷിനോട് സിമിലാരിറ്റി ഉള്ള വാക്കുകൾ വിച്ച് എൻഡ് വിത്ത് ഒന്നില്ലെങ്കിൽ ഇ എൻ ടി അല്ലെങ്കിൽ ഇ എൻ ഒക്കെ വെച്ച് എൻഡ് ചെയ്യുന്ന വാക്കുകൾക്ക്, അത് ഇ എൻ ടി ഒക്കെ വെച്ച് എൻഡ് ചെയ്യുന്ന വാക്കുകൾക്ക് പൊതുവെ ഇ എൻ ആണ് നമ്മൾ ആഡ് ചെയ്യാറ്. അത് ഇംഗ്ലീഷിൽ നിന്ന് വന്നേക്കുന്ന വാക്കുകൾ അപ്പോൾ അങ്ങനത്തെ ഫോറിൻ മാസ്കുലിൻ വാക്കുകൾക്ക് പലപ്പോഴും ഇ എൻ ആഡ് ചെയ്ത് വേറെ ചേഞ്ചസ് ഒന്നും അധികം വരാറില്ല. ഇനി ദസ് ഔട്ടോ, ദി ഔട്ടോസ്. ന്യൂട്രലായിട്ടുള്ള വാക്കുകൾ, ഒത്തിരി വാക്കുകൾ ദസ് വെച്ചിട്ടുള്ള ഒത്തിരി വാക്കുകൾക്ക് എസ് മാത്രം ആഡ് ചെയ്യാറ്. ഇതിപ്പോൾ നമുക്കിതിൽ പഠിക്കാനായിട്ട് റൂളൊന്നുമില്ല, ഇത് നമ്മൾ ബൈഹാർട്ട് പഠിക്കുക. വാക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്ലൂറലും പഠിക്കുക എന്നുള്ളതാണ്. കോമൺ ആയിട്ട് ഇങ്ങനെയാണ് എന്ന് മാത്രം.
Okay, repeat after me. Der Arzt, die Erste, der Tag, die Tage, das Buch, die Bücher, der Kilometer, die Kilometer, die Stunde, die Stunden, der Mensch, die Menschen, der Patient, die Patienten, das Auto, die Autos. Okay. Ersten, Tage, Bücher, Kilometer, Stunden, Menschen, Patienten, Auto, Autos. Welche Pluralendung gibt es? Markieren Sie. എന്തൊക്കെ പ്ലൂറൽ എൻഡിങ് ഉണ്ടെന്ന് ഇ ഉണ്ട് ഇ എൻ ഉണ്ട് എസ് ഉണ്ട് ഇതൊക്കെയാണ് പ്ലൂറലിൻ്റെ പൊതുവെ വരുന്ന എൻഡിങ് അല്ലേ. ഇ ആഡ് ചെയ്തു, നമ്മളിവിടെ ഇ ആർ ആഡ് ചെയ്തു, ഇ ആർ ആഡ് ചെയ്തു, ഇ എൻ ആഡ് ചെയ്തു, ഇവിടെ എസ് ആഡ് ചെയ്തു ഓട്ടോയ്ക്ക്. ഓക്കെ. വാസ് സിൻ സി ഫോൺ ബെവൂഫ്. വാട്ട് ആർ യു ബൈ പ്രൊഫഷൻ. ഓക്കെ, കുറച്ച് പ്രൊഫഷൻസിൻ്റെ പേരുകൾ പഠിക്കാൻ വേണ്ടിയിട്ട്, വൊക്കാബ് പഠിക്കാൻ വേണ്ടി തന്നേക്കുന്ന എക്സസൈസാണ്. ഓരോ പ്രൊഫഷൻ ഏതൊക്കെയാണ്. ഒന്നാമത്തെ എന്താ, ഇത് ഒരു സ്ഥലത്ത് നിന്ന് ന്യൂസ് പറയുന്ന അല്ലേ, ജേർണലിസ്റ്റാണ്. ഇതാണ് ദി, അതൊരു പെൺകുട്ടിയല്ലേ, അപ്പോൾ ദി യോണാലിസ്റ്റിൻ. ഔഷ്പ്രാഹി ശ്രദ്ധിക്കണം. യോണാലിസ്റ്റിൻ, ദി യോണാലിസ്റ്റിൻ. ഇത് ബോക്സറാണ്, ദർ ആണായതുകൊണ്ട് ബോക്സർ. ഇത് ദി പ്രൊഫസോറിൻ, ദി പ്രൊഫസോറിൻ. ഇനി ഇതെന്താ, എഞ്ചിനീയർ, ദർ ഇൻജിനിയർ, ഇൻജിനിയർ. ആർക്കിടെക്റ്റ്, ഇത് ദർ ആർക്കിടെക്റ്റ്, ആർക്കിടെക്റ്റ്, ദർ ആർക്കിടെക്റ്റ്. ഓക്കെ. Kennen Sie noch andere internationale Berufe? Sammeln Sie. Der DJ, die Fotografin, die Friseur, der Friseur, Friseurin, Professor, Professorin, Lehrer, Lehrerin, Teacher. ഫ്രിസോയർ എന്ന് വെച്ചാൽ മുടി വെട്ടുന്ന ആൾ, ഹെയർ ഡ്രസ്സർ. വേറെ എന്തൊക്കെയോ ഒത്തിരി ഉണ്ട് പ്രൊഫഷൻസ്. വേറെ എന്തൊക്കെയാ, ക്രാങ്കൻ ഷ്വെസ്റ്റർ, നേഴ്സ്, ക്രാങ്കൻ ഷ്വെസ്റ്റർ, ക്രാങ്കൻ ഷ്വെസ്റ്റർ. Fragen Sie Ihren Partner, Ihre Partnerin und machen Sie Notizien. Was sind Sie von Beruf? Was bist du von Beruf? ദു ഫോമിൽ ഫ്രണ്ടിൻ്റെ അടുത്തും സി ഫോമിൽ ഫോർമലായിട്ടും ചോദിക്കുക. വാസ് ഇൻ സി ഫോൺ ബെറൂഫ്. ഇനി ഫ്രണ്ടാണെങ്കിൽ വാസ് ബിസ് ദു ഫോൺ ബെറൂഫ്. ഇഹ് ബിൻ സ്റ്റുഡൻറ്റ് ആണാണെങ്കിൽ പറയാം, പെണ്ണാണെങ്കിൽ ഇഹ് ബിൻ സ്റ്റുഡൻറ്റിൻ. വാൻ ആർബൈറ്റൻ സി. വാൻ ആർബൈറ്റസ് ദു. ഇഹ് ആർബൈറ്റെ am Montag. Wann haben Sie frei? Wann hast du frei? Ich habe am Wochenende, Wochenende means weekend, frei. ഓക്കെ, ഇത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഈ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കണേ. ഫ്രാഗൻ ചോദിക്കുക, ഇയർ ആൻഡ് പാർട്ട്ണർ അല്ലെങ്കിൽ ഇയർ എ പാർട്ട്ണറിൻ. ആണാണെങ്കിൽ ഇയർ ആൻഡ് പാർട്ട്ണർ, പെണ്ണാണെങ്കിൽ ഇയർ എ പാർട്ട്ണറിൻ. മഹൻസി നോട്ടീസിയൻ. ഓക്കെ.
ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്നാലും വിൽ ജസ്റ്റ് റിവൈസ്. പറ്റുകയാണെങ്കിൽ റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഇഹ് ബിൻ, ദു ബിസ്റ്റ്, sie es ist, wir sind, ihr seid, sie sind. Ich bin എന്ന് വെച്ചാൽ I am. Du bist, you are. Sie es ist, he, she, it is. Wir sind, we are. Ihr seid, you are. Sie sind, they are. അല്ലെങ്കിൽ you are. ഈ യു എന്നുള്ളത് ഫോർമലായിട്ട് താങ്കൾ. ഓക്കെ, ഇനി ഹാബൻ. ഹാബൻ. ഇഹ് habe, du hast, sie hat, wir haben, ihr habt, sie haben. ഇത് നമ്മളുടെ സാധാരണ റൂള് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹാബെ, ഇവിടെ ബി ഇല്ല, ഹാസ്റ്റ് എന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെയും ഇല്ല ബി, ഹാറ്റ് എന്നേ ഉള്ളൂ. ഹാബൻ, ഹാപ്റ്റ്. പക്ഷെ ഇവിടെ ഹാപ്റ്റ് എന്നുണ്ട്, ഇവിടെ ഹാറ്റ് ഉണ്ട്, ഇവിടെ ഹാപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തറവായിട്ട് പഠിക്കുക. ഹാബൻ്റെയും സൈൻ്റെയും കോൺജുഗേഷനാണ് ഇതിൻ്റെ ബേസിക്സ്. നമുക്ക് ഹാബെ എന്നുള്ള വേർഡിൻ്റെ കോൺജുഗേഷൻ അതിപ്പം അത് പഠിച്ചില്ലെങ്കിൽ ഒരിക്കലും മുമ്പോട്ട് ഒരു പ്രോഗ്രസീവായിട്ട് ഇത് ഒരു സെൻറ്റൻസ്, ഒരു സിമ്പിൾ സെൻറ്റൻസ് പോലും മേക്ക് ചെയ്യാൻ പറ്റില്ല ഇത് രണ്ടും അറിയില്ലെങ്കിൽ. ഇപ്പം ഇഹ് ബിൻ എയർസ്റ്റീൻ, ഇഹ് ബിൻ ഇൻജിനിയർ, ഇഹ് ബിൻ ഫ്രിസോയർ, അങ്ങനെ സിമ്പിൾ സെൻറ്റൻസുകൾ. ഇഹ് ഹാബെ eine ഫ്ലാഷ്, എൻ്റെ കയ്യിലൊരു ബോട്ടിലുണ്ട്. അങ്ങനെ ഇഹ് ഹാബെ ein ഹൗസ്. അങ്ങനെ ചെറിയ ചെറിയ സിമ്പിൾ സെൻറ്റൻസുകൾ മേക്ക് ചെയ്യണമെങ്കിൽ പോലും അതിൻ്റെ ബേസിക്കാണ് ഇ ഹാബെ, ഐ ഹാവ് എന്നുള്ളത്. ടു ഹാവ് അല്ലെങ്കിൽ ടു ബി, ഈ രണ്ട് വാക്ക്, ഈ രണ്ട് വെർബാണ് ജർമ്മനിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് രണ്ട് വെർബുകൾ. ഇനി ഒരു നോർമൽ ഒരു വെർബ്, റെഗുലർ വെർബ്, റേഗൽമേസിഗെ വെർബൻ, റൂൾസ് ഫോളോ ചെയ്യുന്ന നല്ല അനുസരണയുള്ള ഒരു വെർബ്. ആർബൈറ്റൻ, ടു വർക്ക്. ആർബൈറ്റ്, ആർബൈറ്റ് ആണ് അതിൻ്റെ സ്റ്റെമ്മ്. അതിൽ നിന്ന് ഈ ആഡ് ചെയ്തു ആർബൈറ്റെ. ഇഹ് ആർബൈറ്റെ, ദു ആർബൈറ്റസ്റ്റ്, എർസിയസ് ആർബൈറ്ററ്റ്, വിയർ ആർബൈറ്റൻ, ഇയർ ആർബൈറ്ററ്റ്, സിസി ആർബൈറ്റൻ, ആർബൈറ്റൻ. സിമ്പിൾ. അടുത്തത് ബെറിഷ്ടൻ സി ഇം കുർസ്, മാർക്ക് ഇസ്റ്റ് ഇൻജിനിയർ, ആർബൈറ്ററ്റ്. ഓക്കെ, അമ്മോഹനൻ്റെ ഓക്കെ. ഈ ബെറിഷ്ടൻ സി ഇം കുർസ് ഐ തിങ്ക് പെർഫോം, അങ്ങനെയല്ലേ ബെറിഷ്ടൻ എന്ന് വെച്ചാൽ പെർഫോം, റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഇതുപോലെ ഡീറ്റെയിൽസ് കണക്ട് ചെയ്തിട്ട് നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക. ബെറിഷ്ടൻ, ടു റിപ്പോർട്ട്, ബെറിഷ്ടൻ, ടു റിപ്പോർട്ട്. mein Beruf, schreiben Sie einen Text wie in Aufgabe 7. 7a പോലെ ഒരു ടെക്സ്റ്റ് ചെയ്യാൻ. 7a എന്തായിരുന്നു? ഓക്കെ, ഒരു ചെറിയ ഒരു എൻ്റെ ബറൂഫ് എന്ന് പറഞ്ഞ് ഒരു ചെറിയ പാരഗ്രാഫ് ഉണ്ടാക്കാൻ നമുക്ക് എഴുതാം. Ich bin, അല്ലെങ്കിൽ ich heiße Anna. Ich bin
Lehrerin von Beruf. Okay. Ich arbeite am Montag von Montag bis Samstag. From Monday till Saturday. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം അല്ലേ. I work from Monday till Saturday. കറക്റ്റ്. ഇനി Ich bin frei അല്ലേ. Ich habe am Wochenende frei അല്ലെങ്കിൽ am Sonntag frei. Okay, next. Jahrzeiten in the time of the year. Oh, okay. ഇതെന്താണ്? ദിസ് ഇസ് വിൻ്റർ. മഞ്ഞുകാലം. ഇനി ഇത് ഓക്കെ, ഇത് സമ്മർ അല്ലേ. ഇത് ഫ്രൂലിംഗ്, അതായത് സ്പ്രിങ് കാലഘട്ടം. സ്പ്രിങ് പൂക്കളൊക്കെ ഉണ്ടാകുന്ന സമയം. ഇതാണെന്ന് തോന്നുന്നു സമ്മർ. അല്ല, ഇത് ഹെർബ്സ്റ്റ്. ഇത് ഹെർബ്സ്റ്റ്. യൂറോപ്പിലൊക്കെ ഇല കൊഴിയുന്ന സമയം, യുനോ, മറ്റേ ഓട്ടം സീസൺ. ഓട്ടം സീസൺ. വിൻ്റർ തന്നെ. സമ്മർ. സമ്മർ, ഹെർബ്സ്റ്റ്, വിൻ്റർ, ഫ്രൂലിംഗ്. ഒന്ന് വൃത്തിക്ക് ചെയ്ത ഫ്രൂലിംഗ്, സമ്മർ, ഹെർബ്സ്റ്റ്, വിൻ്റർ. ജാനുവരി, ഫെബ്രുവരി. ഓക്കെ. മാസങ്ങളുടെ പേര്. ഇത് സിമിലർ ടു ഇംഗ്ലീഷാണ്. ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നു എന്നുള്ളതാണ്. യാനുവാർ, ഫെബ്രുവാർ, മേർച്ച്, അപ്രിൽ, മായ്, യൂനി, യൂലി, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഞാനിപ്പോൾ സ്ട്രീമിങ്ങിൽ പറയുന്നത് നിങ്ങൾക്ക് എന്തോരം ഓഡിബിൾ ആണ്, എന്തോരം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. സോ ഇറ്റ്സ് ബെറ്റർ. ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ 1, 2, 3 ABCD, മോണ്ടാഗ്, ഡീൻസ്റ്റാഗ്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, വീക്കിലെ ഡേയ്സിൻ്റെ പറയുന്നത്,
മാസങ്ങൾ മന്തിൻ്റെ പറയുന്നത് ഈ പ്രൊണൗൺസിയേഷൻസ് ഒക്കെ നല്ല സ്ട്രെസ് ചെയ്ത് പ്രോപ്പറായിട്ട് തന്നെ പഠിക്കണം. എന്തായാലും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. എൻ്റെ പ്രൊണൗൺസിയേഷനും ഒന്ന് ബെറ്റർ ആക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ. Januar, Februar, März, April, Mai, Juni, Juli, August, September, Oktober, November, Dezember. ഇതിൻ്റെ സ്പീഡ് കൂടുതലായിരിക്കും ഇങ്ങനെ ഇട്ടാൽ. സോ ദിസ് ഇസ് ബെറ്റർ. ഓക്കെ. Januar, Januar, Februar, Februar. März, April, Mai, Juni, Juli, August, September, Oktober, November, Dezember. ഡിസംബർ. ഓക്കെ. Okay. What I have to do? The monate month. The monate, the months. We heißen die Monate in anderen Sprachen Sammelsimkurs. ഇതെന്താണെന്ന് വെച്ചാൽ വേറെ ഭാഷയിൽ ജാനുവരി ഫെബ്രുവരിക്ക് എന്താ പറയുന്നതെന്ന്. I don't think it's relevant. എന്തായാലും നമുക്ക് ഇംഗ്ലീഷ് അറിയാം. ഇത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഓക്കെ. വെൽഹെ ഫോട്ടോ പാസു വെൽഹർ യാർ സൈറ്റ് ഓർഡിനൻസീസു. ഓക്കെ, അത് നമ്മൾ ചെയ്തല്ലോ ഓൾറെഡി. ഫോട്ടോ ആ വിൻ്റർ സിസ്റ്റ് വിൻ്റർ ഓതർ വിൻ്റർ ബേ താഴത്തെയാണോ? ബേ വാസ് ഹെർബ്സ്റ്റ്. സേ Frühling, Sommer. Hören die Texte, was machen die Leute wann? ഓക്കെ. എന്താണ് ഈ ആൾക്കാർ ചെയ്യുന്നത്, എപ്പോഴാണ് അവരത് ചെയ്യുന്നത്? എത്രാമത്തെ എക്സസൈസാ? 11 സെ. 11 സെ, 11 അല്ല, 11. Aufgabe 7b. 920. Aufgabe 11c. 1. Hallo, hier ist Radio Hit 3. Unser Thema heute: Jahreszeiten und Hobbys. Was machen Sie wann? Rufen Sie uns an. Die Nummer ist 04011 3344. Unser erster Anrufer, hallo. Also, ich schwimme im Sommer ganz oft im Bodensee. Manchmal jeden Abend und jedes Wochenende. Ich wohne nämlich in Bregenz, direkt am See. 2. Nun habe ich einen jungen Mann am Telefon. Was machen Sie wann am liebsten? Ja, hallo. Hier ist Gernot aus Aachen. Meine Frau und ich reisen viel. Im Frühling ist das super. Nicht so heiß und wenig Touristen. Wir machen gern Städtereisen. Paris, Amsterdam, Brüssel. Von Aachen ist das alles nicht weit. 3. Und bei Ihnen, Frau Wagner? Was machen Sie wann? Naja, also im September habe ich frei. Ich wohne in Kiel, da ist das Wetter noch okay, nicht so heiß. Da spiele ich dann viel Tennis und jogge. Sport ist mein Hobby. 4. Wie ist es denn im Winter? Gibt es denn keine Winterhobbys?
Doch, ich mag den Winter in den Alpen. Im Januar und Februar fahre ich oft Ski. Die Natur, die Berge, alles weiß. Das ist super. Ich wohne in Innsbruck, mitten in den Alpen. ഓക്കെ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഹ്യോർണായിരുന്നു. നമുക്ക് എന്തായാലും മനസ്സിലായെന്ന് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ അവരെന്താ പറയുന്നതെന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, Aufgabe 11c. 1. Hallo, hier ist Radio Hits 3. Unser Thema heute: Jahreszeiten und Hobbys. Was machen Sie wann? Rufen Sie uns an. Die Nummer ist 04011 3344. Unser erster Anrufer, hallo. Also, ich schwimme im Sommer ganz oft im Bodensee. ഓക്കെ, ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Aufgabe 11c. 1. Hallo, hier ist Radio Hits 3. Unser Thema heute: Jahreszeiten und Hobbys. Was machen Sie wann? ഇതൊരു റേഡിയോ ആണ്. റേഡിയോയിൽ ഇവരിങ്ങനെ പ്ലേ ചെയ്യാണ്. ഓക്കെ, ഇന്ന് നിങ്ങൾ സംസാരിക്കേണ്ട ടോപ്പിക് ഹോയിറ്റ് തേമ എന്താണ് ഹോബീസ്. വാസിസ്തൈനെ ഹോബീസ് ഉണ്ട്. വൻ, എന്താണ് നിങ്ങളുടെ ഹോബി, എപ്പോഴാണ്, വൻ എന്നുള്ളതാണ്. Sie uns an. Die Nummer ist 04011 04011 ഇതാണ് നമ്പർ. ഇതിലേക്ക് വിളിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എപ്പോൾ നിങ്ങൾ ചെയ്യുന്നു, ഈ രണ്ട് കാര്യവും പറയാൻ പറയാം. 344. Unser erster Anrufer, hallo. Also, unser erster Anrufer, our first call. Hallo. ich schwimme im Sommer ganz oft im Boden. Ich schwimme im Sommer ganz often. ഞാൻ സ്വിം ചെയ്യുന്നു. സമ്മറിൽ ഞാൻ ഓഫൺ സ്വിം ചെയ്യാറുണ്ട്. See. Manchmal jeden Abend und jedes Wochenende. Manchmal jeden Abend oder jeden Wochenende. Sometimes every weekend. Sometimes every evening or every weekend. Ich wohne nämlich in Bregenz, direkt am See. Ich wohne nämlich in Bregenz. Manchmal jeden Abend und jedes Wochenende. Ich wohne nämlich in Bregenz, direkt am See. എന്തായാലും അത് ഇതിന് റെലവൻ്റ് അല്ലാത്തതുകൊണ്ടായിരിക്കും, അത്ര ക്ലിയർ അല്ല. 2. അപ്പോൾ ഫസ്റ്റ് കോളിൽ ഫ്രൗ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വിം ചെയ്യുന്നു, എസ്പെഷ്യലി ഇൻ സമ്മർ. Nun habe ich einen jungen Mann am Telefon. Nun, now. Nun haben wir einen Mann in Telefon. ഇപ്പോൾ now we have a man in the telephone. It's a man. Was machen Sie wann am liebsten? Was machen Sie wann am liebsten? Was machen Sie എന്ന് പറഞ്ഞാൽ എന്താ? What do you do? താങ്കൾ എന്താണ് ചെയ്യുന്നത്? Wann liebsten, എപ്പോഴാണ്. liebsten എന്ന് വെച്ചാൽ എപ്പോഴാണ്, അത് ലീബെ ഇഷ്ടം. liebsten മോസ്റ്റ് ലൈക്ലി എന്ന് പറയും. ഏറ്റവും ഇഷ്ടം എപ്പോൾ ചെയ്യാനാണ് ആ കാര്യം. Ja, hallo. Hier ist Gernot aus Aachen. Ja, hallo. Hier ist Janur something. ഇയാളുടെ പേര് പറഞ്ഞു. Meine Frau und ich reisen viel. Meine Frau und ich reise gerne. Gerne എന്നാണോ ഫീൽ എന്നാണോ പറഞ്ഞതെന്നറിയില്ല. ഫീൽ എന്നാണ് തോന്നുന്നു. എൻ്റെ വൈഫ്, മൈനെ ഫ്രൗ എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫ്. എൻ്റെ വൈഫിനും എനിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്. റൈസ് ഗൺ. Im Frühling ist das super. Im Frühling ist das super. Im Frühling ഏത് വെതറാ? ഇറ്റ്സ് സ്പ്രിങ് സീസൺ, അതായത് പൂക്കളൊക്കെ പൂക്കുന്ന സമയം. ആ സമയത്ത് ഇറ്റ്സ് സൂപ്പർ എന്ന്.
zu heiß und wenig Touristen. Zu heiß und wenig Touristen. Zu heiß, very hot. And wenig. Wenig എന്ന് വെച്ചാൽ കുറച്ച്. Wenig Touristen. Wir machen gern Städtereisen. Wir machen gern Städtereisen. We like to do Städtereisen എന്ന് വെച്ചാൽ സിറ്റി ടൂർ. സിറ്റിയിൽ ഇങ്ങനെ നടന്ന് ആ സിറ്റി എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനത്തെ ടൂർ ഇഷ്ടമാണ്. Paris, Amsterdam, Brüssel. Von സ്ഥലങ്ങളുടെ പേര് പറയാം. ആംസ്റ്റർഡാം, ബ്രൂസൽ. Aachen ist das alles nicht weit. പിന്നെ അങ്ങോട്ട് ക്ലിയർ അല്ല, ബിക്കോസ് തീർന്നു ഓഡിയോ. 3. Und bei Ihnen, Frau Wagner? Was machen Sie? Und Ihnen, Frau Wagner? And താങ്കളോ? Frau Wagner, Wagner പേരാണ്. Wann? Naja, also im September habe ich frei. ഹലോ. ആദ്യമേ തന്നെ എപ്പോഴാണ് ഫ്രീ എന്നാണ് പറയുന്നത്? സെപ്റ്റംബറിൽ ഞാൻ ഫ്രീ ആണ്. Ich wohne in Kiel. Da ist Ich wohne in Kiel. Kiel സ്ഥലത്തിൻ്റെ പേരാണ്. അവിടെയാണ് ഞാൻ ജീവിക്കുന്നത്. Ich wohne in Kiel. das Wetter noch okay, nicht so Das Wetter noch okay. heiß. Da spiele ich dann viel Tennis und jogge. ആ സമയത്ത് ഞാൻ ടെന്നീസ് കളിക്കും. സ്പീലെ ഇഹ് ടെന്നീസ്. ജോഗിങ്ങിന് പോകും. ജോഗ്. Sport ist mein Hobby. സ്പോർട്ടാണ് എൻ്റെ ഹോബി. 4. അടുത്തത്. Wie ist es denn im Winter? Gibt es denn keine Winterhobbys? Doch, ich ചോദിക്കുക, വിൻ്ററിൽ ആർക്കും ഹോബി ഇല്ലേ? വിൻ്ററിൽ യു ഡോണ്ട് ഹാവ് എനി ഹോബീസ്? mag den Winter in den Alpen. ആൽപ്പൻ, ഇൻ ദ മൗണ്ടെയ്ൻസ്. Januar und Februar fahre ich oft Ski. Die Natur. ഞാൻ ജാനുവരിയിലും ഫെബ്രുവരിയിലും മൗണ്ടെയ്ൻസിൽ ഷീ എന്ന് പറഞ്ഞാൽ സ്കീയിങ് ഇല്ലേ? സ്നോയിലുള്ള സ്പോർട്ട്. സ്കീയിങ്ങിന് പോകും. Die Berge, alles weiß. Berge is alles weiß. Everything is white in the mountain. Das ist super. Ich wohne in Innsbruck. Mitten It is super. I live in സ്ഥലത്തിൻ്റെ പേര് പറയാം. in den Alpen. Okay. Okay. Next. Arbeiten Sie zu zweit mit dem Wörterbuch. Was machen Sie im Frühling, im Sommer, im Herbst, im Winter? Machen Sie ein Plakat zu den Jahreszeit. Schreiben Sie und malen Sie, präsentieren Sie Ihr Plakat im Kurs. എന്താണ് ഈ എക്സസൈസിൽ പറയണേ? Arbeiten Sie zu zweit. വർക്ക് ഇൻ പേഴ്സ്. രണ്ടുപേര് ആയിട്ട് വർക്ക് ചെയ്യാൻ. മിറ്റതേം വ്യോർട്ടർ ബുക്ക്. നമ്മുടെ A1ൻ്റെ വേർഡ് ഷാർട്ട്സ് ഉണ്ടല്ലോ, വർക്ക് ബുക്ക്, അല്ലെങ്കിൽ നിങ്ങൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ബുക്ക്, വേർഡ്സ് ഹെൽപ്പിന് വേണ്ടി. ഇനി എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വാസ് മാഹൻ സി ഇം ഫ്രൂലിംഗ്. ഫ്രൂലിങ്ങിൽ, സമ്മറിൽ, ഹേർബ്സ്റ്റിൽ, വിൻ്ററിൽ. ഇത് കണ്ടോ, ഓരോ സീസൺ ടൈമിൻ്റെയും ഫ്രണ്ടിൽ ഇം എന്നാണ് പറയുന്നത്. നമ്മൾ മൊൻടാക്, ഡീൻസ്റ്റാക്, മിറ്റ്വോഹ്, അതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇം. ഇം ഫ്രൂലുങ്, ഇം സിമ്മർ, ഇം ഹെർബ്സ്റ്റ്, ഇം വിൻ്ററിലൊക്കെ എന്താണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? മഹൻസി ഐൻ പ്ലക്കാർഡ്. ഓക്കെ, പ്ലക്കാർഡ് ഉണ്ടാക്കിയില്ലെങ്കിലും ഇറ്റ്സ് ഓക്കെ. റൈറ്റ് അബൌട്ട് ഈ സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് എഴുതാം അല്ലേ? ഓക്കെ. ഒരു മിനിറ്റ്. ഇൻ സമ്മർ. സമ്മറിൽ എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? ഒന്നാമത്തെ ഒരു സെൻറ്റൻസ്, ഇഹ് ഗേയെ ഇൻസ് മേർ. എന്ന് വെച്ചാൽ എന്താ? ഐ ഗോ ടു ദ സീ. രണ്ടാമത്തെ സെൻറ്റൻസ്,
Ich schwimme im Fluss. I swim in the river. Ich മാത്രമേ എഴുതിയുള്ളൂ. Ich spiele Badminton und Fußball. I play badminton and football. ഓക്കെ, ഇനി അടുത്ത സീസൺ ഏതാ? സ്പ്രിംഗ് സീസൺ. ഇം ഫ്രൂലിംഗ്. എന്തൊക്കെ ചെയ്യാം? ഇഹ് ഫ്രൂലിങ്ങിൻ്റെ പ്രത്യേകത നല്ല പൂക്കളൊക്കെ പൂത്തിട്ടുണ്ടാവും. അപ്പോൾ ഇഹ് ഗേയെ ഇം പാർക്ക്. രണ്ട്, ഇഹ് ഗേയെ സ്പത്സിയറൻ. സ്പത്സിയറൻ എന്ന് വെച്ചാൽ നടക്കാൻ പോവുക എന്നർത്ഥം. അതൊരു വാക്കാണ്. സ്പത്സിയറൻ ഗേയൻ. Ich pflanze. Pflanze എന്ന് വെച്ചാൽ to plant. Blumen. Ich lese Buch. ബുക്ക് വായിക്കും. എവിടെ വേണമെങ്കിൽ അതും കൂടെ എഴുതിക്കോ. ഇം ഗാർഡൻ. ഗാർഡനിലിരുന്ന് ബുക്ക് വായിക്കും. ഓക്കെ, ഇനി അടുത്ത സീസൺ ഏതാ? ഹെർബ്സ്റ്റ് അല്ലേ? എന്നുവെച്ചാൽ എന്താ, നമ്മൾ യൂറോപ്പിലൊക്കെ ഇല കൊഴിയുന്ന ടൈം. ഇം ഹെർബ്സ്റ്റ്. ഔട്ട് സീസൺ. ഓട്ടം സീസണിൽ എന്തൊക്കെ ചെയ്യാം? ഓട്ടം സീസണിൽ ചെറിയ നല്ല കാറ്റും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ജാക്കറ്റ് ഇടുന്നു എന്ന് പറയാം അല്ലേ? ഈ ട്രാഗെ. ട്രാഗെ എന്ന് വെച്ചാൽ ടു വിയർ. വെയർ. eine Jacke. I wear a jacket. Ich trage എന്ന് വെച്ചാൽ ക്യാരി അല്ലെങ്കിൽ ich habe. I have. അംബ്രല്ല. നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ. Ich habe einen Regenschirm. Regenschirm. ഇത് einen. ഇത് eine. ഇതെന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട. അത് ജർമ്മൻ്റെ ഗ്രാമറിൽ വരുന്നതാണ്. അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഇപ്പോൾ വൊക്കാബ് പഠിക്കുക. Ich habe einen Regenschirm. പിന്നെന്താ? Ich spiele. ഞാൻ പിന്നെ ich reise. ട്രാവൽ ചെയ്യും. എന്ത് വെച്ചിട്ട്? മിറ്റ്. മിറ്റ് എന്ന് വെച്ചാൽ വിത്ത്. mein Auto. ഔട്ടോ. ഇപ്പം നോക്കണ്ട ഗ്രാമർ. ഓക്കെ, അടുത്തത് im winter. ആദ്യത്തത് വിൻ്ററിൽ ഈ സ്നോയിൽ എന്താ ചെയ്യുക? ich
Ich gehe Skifahren. സ്കീയിങ്ങിന് പോകും. പിന്നെ മഞ്ഞത്ത് ഐ പ്ലേ വിത്ത് സ്നോ എന്ന് പറയാം. സ്പീലെ മിറ്റ് ഷ്നീ ആയിരിക്കും. Ich spiele mit Schnee. പിന്നെ മഞ്ഞുള്ളപ്പോൾ എന്താ ചെയ്യുക? ഐ വെയർ ബൂട്ട് എന്ന് പറയാം അല്ലേ, മഞ്ഞത്തിടുന്ന ഷൂസ്, ബൂട്ട്. Ich trage einen Stiefel. സ്റ്റീഫലാണ് ബൂട്ട്. പിന്നെന്താ മഞ്ഞത്ത് ചെയ്യുക? ഗ്ലൗസ് ഇട്ടു. ഗ്ലൗസ് ഇടാതെ പുറത്തു പോകാൻ പറ്റില്ല മഞ്ഞിൽ. Ich trage Handschuhe. ഷൂവെ എന്ന് വെച്ചാൽ ഷൂ എന്ന്, ഹാൻഡ് എന്ന് വെച്ചാൽ ഹാൻഡ്, കയ്യിലിടുന്ന ഷൂ. Handschuhe. ഇതാണ് ഗ്ലൗസ്. ഓക്കെ. Willkommen bei 12a. Persönliche Angaben. Was passt zusammen? Notieren Sie. ഇതൊന്നുമില്ല കണക്ട് ചെയ്യാൻ. ഇത് ഫോർനാമെ, യോനാത്തൻ. അപ്പോൾ ഇയാളുടെ ബാക്കി പേരെന്തായിരിക്കും? മില്ലറായിരിക്കും. അതാണ് നാമെ. ഗബൂർസ്റ്റാറ്റം. ഗബൂർസ്റ്റാറ്റം വൊക്കാബ് പഠിക്കാം അല്ലേ. ഗബൂർസ്റ്റാറ്റം ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പോൾ ഗബൂർസ്റ്റാഗ് എന്തായിരിക്കും? ബർത്ത്ഡേ. ഗബൂർസ്റ്റാറ്റും ഡേറ്റ് ഓഫ് ബർത്ത് ഒബ്വിയസ്ലി ഇതായിരിക്കും. ഗബൂർസ് ഓർട്ട്. ഗബൂർട്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ജനിച്ചത്. ഓർട്ട്. ഓർട്ട് എന്ന് വെച്ചാൽ സ്ഥലം, പ്ലേസ്. ഗബൂർട്സ് ഓർട്ട് ജനിച്ച സ്ഥലം. ജനിച്ച സ്ഥലം ന്യൂയോർക്ക്. ഈ സ്ഥലത്തിൻ്റെ പേര് ന്യൂയോർക്ക് എന്ന് മാത്രമല്ലേ ഉള്ളൂ, ന്യൂയോർക്ക്. അഡ്രസ്. അഡ്രസ് സിമ്പിൾ, ഈ ലാസ്റ്റ് കൊടുത്തേക്കണേ. ഗോയ്ത്തെ സ്ട്രീറ്റ്, സീബൻ. ഗോയ്ത്തെ സ്ട്രീറ്റ്സ്റ്റൻ, സീബൻ 1071 ബെർലിൻ. ടെലിഫോൺ നമ്പർ, ടെലിഫോൺ നമ്പർ. ഹാൻഡി നമ്പർ, ഹാൻഡി നമ്പർ. ടെലിഫോൺ നമ്പർ, ഹാൻഡി നമ്പർ, അത്രേ ഉള്ളൂ. ഗബൂർട്സ് ഡാറ്റം, ഗബൂർട്സ് ഓർട്ട്, ടെലിഫോൺ നമ്പർ, ഹാൻഡി നമ്പർ. സി രജിസ്ട്രിയറൻ. ഔഷ്പ്രാഹെ അറിയില്ല. Registrieren. 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 Sie registrieren sich bei einer Internetseite. Ergänzen Sie das Formular mit Ihrer Angabe. Okay. Okay. ഇതാണ് ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മേളിൽ കൊടുത്തേക്കുന്നത്. അത് ഓരോന്നിലേക്ക് എടുത്ത് ഫില്ല് ചെയ്യാൻ. ഒന്നുമില്ല. ഫോർനാമ എന്താ? മില്ലർ. സോറി, ഫോർനാമ എന്താ? യോനത്തൻ. നാഹ്നാമ എന്താ? മില്ലർ. വൈബ്ലിഹ്, മെയിൻലിഹോ, അതെന്താണോ നോക്കട്ടെ. ഗബൂർസ്റ്റാറ്റും അറിയാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഓക്കെ. ടെലിഫോൺ നമ്പർ അറിയാം. ഓക്കെ. ഓക്കെ. ഈ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാം. നമുക്കിഷ്ടമുള്ളത് ഫില്ല് ചെയ്യാം ബാക്കിയുള്ളതിൽ.
Hängen Sie Ihre Profil ohne Namen im Kursraum auf. Raten Sie, wer ist das? Okay, വീഡിയോ പ്ലേ ചെയ്യുന്നു. I'm going to do it. The film. ഇതാണ് ഈ ചാപ്റ്ററിലെ വീഡിയോ കാണേണ്ട സെക്ഷൻ. ഈ വീഡിയോ ആക്ച്വലി യൂട്യൂബിലുണ്ട്. സോ ഇത് നിങ്ങൾ കണ്ടിട്ട് ഇതെങ്ങനെ ഇതിൻ്റെ ഓർഡർ എന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഐ എം നോട്ട് ഗോണ ഡു ഇറ്റ്. വീഡിയോ പ്ലേ ചെയ്യണ്ടെന്ന് വെച്ചു. ഐ ഡോണ്ട് നോ, പക്ഷേ ഐ എം നോട്ട് ഗോണ ഡു ഇറ്റ്. കോഴ്സ് ഉണ്ട് ക്ലാർ, ഷോർട്ട് ആൻഡ് ക്ലിയർ. നമ്മൾ പഠിച്ചത് റിവൈസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് വായിക്കാം. യൂബർ ഹോബീഷ് പ്രഹൻ അല്ലേ, ഹോബീസിനെ പറ്റി പറയാൻ പഠിച്ചു. വാസ് മഹൻ സി ഗേൺ, ഹ്യോറൻ സി ഗേൺ മുസീക്, ഗെയിൻ സി ഗേൺ ഇൻ സ്കീനോ, ലേസൻ സി ഗേൺ. വാസ് മഹൻ സി ഗേൺ, വാസ് മാർക്സ് ദു ഗേൺ, ഇഹ്റൈ സി ഗേൺ, ഹ്യോറൻ സി ഗേൺ മുസീക്, ഹ്യോസ് ദു ഗേൺ മുസീക്, യാ സേർ ഗേൺ ഉൻ സി. ഗെയിൻ സി ഗേൺ ഇൻ സ്കീനോ, ഗേറ്റ്സ് ദു ഗേൺ ഇൻ സ്കീനോ. ഇത് സി ഫോം, ഫോർമലായിട്ട് സംസാരിക്കുന്ന. ഇത് ദു ഫോം, ഫ്രണ്ട്സിനോട് മിണ്ടുന്നത്. അങ്ങനെ രണ്ടായിട്ട് തിരിച്ച് എഴുതിയേക്കുന്നത്. അതിനനുസരിച്ച് ആ വെർബ് മാറിക്കൊണ്ടിരിക്കും. ഇഹ്റൈസെ ഗേൺ, യാ സേർ ഗേൺ, നിറ്റ്സോ ഗേൺ, എസ്കേറ്റ്സോ. ഇത് ഫെറാബ്രിഡൻ. ഓക്കെ, സിഹ് ഫെറാബ്രിഡൻ, സിഹ് ഫെറാബ്രിഡൻ. Oh, to make an appointment. Okay. To make an appointment. Über Arbeit und Berufe sprechen. Was sind Sie vom Beruf? 20 തൊട്ട് 1000 വരെ എങ്ങനെ പറയാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നമ്പേഴ്സ് പഠിക്കേണ്ടത്. ഗ്രാമാറ്റിക് ich, du, RCS, wir, RCC, spielende Konjugation, arbeitende Konjugation, lesende, seiende, habende. Ja, nein, Frage. Article. Der Fußball, das Hobby, die Stadt, die Bücher, Kilometer. ഇതിൻ്റെ പ്ലൂറൽ എന്താണ്, ഈ വാക്കുകളുടെയൊക്കെ പ്ലൂറൽ എന്താണ്, ഇതും നമ്മൾ പഠിച്ചു. ഓക്കെ, സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കോഴ്സ് ബുക്ക് കഴിഞ്ഞു. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ. ദെൻ ഇഫ് യു ഗൈസ് നീഡ് ഗ്രാമറിന് വേറെ PDF അല്ലെങ്കിൽ ഹ്യോറൻ പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അതിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആക്കാനായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. Thank you so much. See you next video. Bye.